ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. ആൻഡ് ഇന്ന് പ്രത്യേകിച്ച് എന്താ പണിയെന്ന് വെച്ചാൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. എനിക്കല്ല, എൻ്റെ അനിയൻക്ക് സ്കൂളിലേക്ക് ബാഗും പിന്നെ കൊട അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. എണീച്ച് കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ ബെഡ് വൃത്തിയാക്കണം എന്നുള്ള എൻ്റെ അമ്മക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ അതൊക്കെ ചെയ്ത് പിന്നെ ബ്രഷ് ചെയ്യാൻ നിന്ന്. ആൻഡ് ഇന്ന് അത്ര മഴയില്ല, അപ്പോൾ രാവിലെ കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മ മേലെ ഡ്രസ്സൊക്കെ തിരുമ്പാനുള്ളത് ഇടേനു. എന്തൊരു കഷ്ടമാണ്. വീഡിയോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ അനിയന്മാർക്ക് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ റിയാക്ഷനാണ് നിങ്ങൾ ഇപ്പം കണ്ടത്. അപ്പോൾ അടുത്ത നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ചായ കുടിച്ച് ഓൾറെഡി ചായക്കാക്കീനു. ആൻഡ് ഇന്ന് പൂളയും ചമ്മന്തിയുമാണ്. പൂള വറവിട്ട പോലെ ആക്കിയിട്ട് തക്കാളിയും ഉള്ളിയും പിന്നെ കാശ്മീരി മുളകും കൂടി വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് പിന്നെ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യുന്ന ഒരു ചമ്മന്തിയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ അനിയന്മാർ ഭയങ്കര എന്തെങ്കിലും ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാകുമ്പം ഇങ്ങനെ അടുക്കളയിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിലും ഉണ്ടാവും അടുക്കളയിൽ. നമ്മളെല്ലാവരും അടുക്കളയിൽ തന്നെയാണ്. ഉമ്മ എന്തെങ്കിലും ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാകുമ്പം നമ്മളധികം എല്ലാവരും അടുക്കളയിൽ തന്നെ നിന്ന് എന്തെങ്കിലുമൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഉമ്മ എന്നാണ് പൂളയും ചമ്മന്തിൻ്റെ അനിയനാണ് ഉണ്ടാക്കിയത്. പൂള വറവിട്ട ഉമ്മാണ്. നേരത്തെ ഓൻ്റെ ടീഷർട്ട് രസമില്ല പറഞ്ഞിട്ട് ഇപ്പം പോയി മാറ്റി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഷോ ആണത്. ആൻഡ് അപ്പോൾ പൂളയും ചമ്മന്തിയൊക്കെ ആയി. നമ്മൾ നല്ല ചൂടുള്ള പൂളയും ചമ്മന്തിയും ഉമ്മ അങ്ങനെ എല്ലാവർക്കും ഇട്ട് തരും. അല്ലെങ്കിൽ നമ്മൾ എനിക്ക് കുറച്ചായി എനിക്ക് കൂടുതലായി എന്ന് പറഞ്ഞിട്ട് കച്ചറുണ്ടാക്കും. അതിനോണ്ട് ഉമ്മ തന്നെ എല്ലാം ഇട്ട് തരും. അപ്പം പൂളയും ചമ്മന്തിയൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ കുളിച്ചിട്ട് ഇനി നമുക്ക് ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡെർമാക്കോൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാൻ ഇത് കുറച്ചായിട്ടുള്ളൂ യൂസ് ആക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് പ്രത്യേകിച്ച് പ്രൊഡക്ട്സിൻ്റെ ഇതൊന്നും എന്താ അതിൻ്റെ യൂസ് എന്താ, അല്ലെങ്കിൽ അത് എനിക്ക് എന്താ പറയുക യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റേണ്ട ഫേസിൽ വന്നിക്കണോ ചോദിച്ചാൽ പറഞ്ഞുതരാൻ എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് തീർന്നാൽ ചിലപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റാവും യൂസ് ചെയ്യുക. അപ്പം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഒന്നും ഉണ്ടായില്ല. അപ്പം പിന്നെ ഫോക്സ് ടെയിലിൻ്റെ സൺസ്ക്രീൻ ഞാൻ ഈ അടുത്ത് യൂസ് ആക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതും എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഒരു CC ക്രീമാണ് യൂസ് ചെയ്യണത്. ഒരു ലാക്മീൻ്റെ ഒരു CC ക്രീമാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഐലൈനർ എഴുതി കൊടുക്കുക. ഒരു കണ്ണിൽ എഴുതി കഴിയുമ്പോഴത്തേന് എനിക്കൊരു കൊറിയർ വന്നുകൊണ്ട് ഫോണ് എൻ്റെ അനിയൻ കൊണ്ടുപോയി. അപ്പം ഞാൻ അത് പെട്ടെന്ന് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഷോളൊക്കെ മാറ്റി. ഇനി നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ന്യൂ ട്വിസ്റ്റ് ലിപ്സ്റ്റിക്കാണിത്. ഇത് ഞാൻ ഇതിന് കുറച്ച് മുന്നേ ഭയങ്കര കോൺസ്റ്റൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ വേറെ ഒരു ലിപ്സ്റ്റിക്കിലേക്ക് സ്വിച്ച് ചെയ്ത്, പക്ഷെ പിന്നെയും ഞാൻ അറ്റ് ലാസ്റ്റ് ഇതിലേക്ക് തന്നെ വന്ന്. ഇത് ലാക്മീൻ്റെ ന്യൂ ട്വിസ്റ്റ് ലിപ്സ്റ്റിക്കാണ്. അപ്പം ഇത് കൊറിയർ എന്താണെന്ന് കണ്ടത്. ഇതാണ് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു മണി ബാങ്കാണ് ഇത്. അപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടി ASMR പോലെ ഇങ്ങനെ അതിൻ്റെ മേലെ തട്ടി കളിച്ചതാണത്. അപ്പോൾ നമ്മൾ SM സ്ട്രീറ്റിലെത്തി. ഫസ്റ്റ് തന്നെ പോയത് ആര്യഭവനിലേക്കാണ് ഫുഡ് കഴിക്കാൻ. നമ്മൾ 2 ചോറാണ് വാങ്ങിയത്. കാരണം ഞാൻ ചോറിലുള്ള അധികം സാധനങ്ങളൊന്നും കഴിക്കില്ല. അതേപോലെ തന്നെ എൻ്റെ അനിയനും ഈ കൂട്ടുകറി അവിയൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. അപ്പോൾ പിന്നെ ഉമ്മ മാത്രമേ അത് കഴിക്കണുള്ളൂ. അപ്പോൾ ഞാനും ഉമ്മയും ഒരു ചോറ് തിന്ന് പിന്നെ അനിയനൊരു ചോറ് തിന്ന്. അപ്പം ഇത് ഒരു ഷോപ്പിൽ കയറി പിന്നെ ഒരു ഷോപ്പിൽ കയറി മൂന്നാമത്തെ ഒരു ഷോപ്പിൽ കയറിയപ്പോഴാണ് ഓനക്കുള്ള ബാഗ് കിട്ടിയത്. അപ്പോൾ ഇതാണോ എൻ്റെ ബാഗ്. ഒരു ചെറിയ അത് മാത്രമേ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് സാധനം വാങ്ങിയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ സാധനം. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എൻ്റെ അനിയന്മാരെ കൂടെ, ഹൂ നോസ് മീ ബെറ്റർ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് റെഫറൻസ് എടുത്ത് പിന്നെ നമ്മൾ മാഗി ഇതുപോലെ ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി. ആൻഡ് ഇനി നെക്സ്റ്റ് എൻ്റെ ചെറിയൊരു നൈറ്റ് സ്കിൻ കെയർ കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് കഴുകി. പിന്നെ ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു ഓർഡിനറിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡാണ്. ഇത് ഞാൻ കുറച്ചായി വാങ്ങിയിട്ട് പക്ഷേ യൂസ് ചെയ്യലേ ഇല്ല. അപ്പോൾ ലാസ്റ്റ് ഇപ്പം ഇന്ത്യയിൽ ഇത് മാത്രമേ യൂസ് ആക്കാനുള്ളൂ. അപ്പോൾ പിന്നെ അത് നൈറ്റ് വീക്ക്ലി ട്വൈസ് ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ ഞാൻ യൂസ് ചെയ്യണത് ഒരു ലിപ് ബാം. അത് മാത്രമേ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണുള്ളൂ. എൻ്റെ ഫേസ് വാഷ് ഡെർമാക്കോൻ്റെ ആണ്. അത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫേസ് വാഷാണ്. കാരണം എനിക്ക് നല്ല ആക്നി മാർക്സ് ഉണ്ടായിരുന്നു. ഇനി അത് യൂസ് ചെയ്തിട്ടാണോ ഇത് പോയത് അല്ലെങ്കിൽ അത് താനേ പോയതാണോ എന്നറിയില്ല. അടുത്തത് ബെഡിലുള്ള സാധനങ്ങളൊക്കെ ടേബിളിൽ സെറ്റാക്കി വെച്ച്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.